ഈ കാണുന്ന പോലെ ശവപ്പെട്ടി കിടക്കും പോലെ കിടക്കേണ്ട ഒരു അവസ്ഥയാണ്. അന്നമാണല്ലോ വലുത്. നമുക്ക് രാഷ്ട്രീയമില്ലല്ലോ, നമുക്കുള്ളത് വിശപ്പിൻ്റെ രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. നെടുമങ്ങാട്, പാലോട്, മടത്തറ, ആര്യങ്കാവ്, ചെങ്കോട്ട വഴി 5:10 പുറപ്പെടുന്ന തെങ്കാശി ബസ്സിലേക്കുള്ള സീറ്റ് റിസർവേഷൻ കൂപ്പൺ കൗണ്ടർ നമ്പർ 2 നിന്നും വാങ്ങാവുന്നതാണ്. തിരുവനന്തപുരം നഗരം കടന്ന് നെടുമങ്ങാട്ടിലെ ഗതാഗതക്കുരുക്ക് മറികടന്ന് മുന്നോട്ട് ഇരുട്ടിനെ വകഞ്ഞുമാറ്റി കാട്ടുപാതയിൽ കരുതലോടെ അയൽ നാട്ടിലേക്ക്. ഈ യാത്രയുടെ അവസാനം അത്ര ശുഭകരമല്ല, എന്നാലും പോകണം. അത് നമ്മൾ കാർഡ്ബോർഡ് വിരിക്കും, ഫ്ലെക്സ് ബോർഡ് വിരിക്കും. അങ്ങനെ കിടന്നല്ലേ പറ്റൂ. സീറ്റിൽ കിടന്നാൽ നടുവേദന ഉണ്ടാവും. അല്പം നിവർന്ന് കിടക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നടുവേദന ഒഴിവായി കിട്ടും. ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ മാത്രമേ ഉറക്കം കിട്ടാറുള്ളൂ. കോട്ടയത്ത് നിന്നെത്തിയ വനിതാ കണ്ടക്ടറുടെ ജീവിതവും മാസത്തിൽ പകുതി ഈ ഇരുമ്പുകൂട്ടിലാണ്. തെങ്കാശിയിലെത്തുന്ന നമ്മുടെ KSRTC ജീവനക്കാർ ആശ്രയിക്കുന്നത് ഈ കാണുന്ന ശുചിമുറിയാണ്. പുറത്ത് തന്നെ നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, കാരണം അത്രയധികം ദുർഗന്ധം. പക്ഷെ മദ്യപിച്ചെത്തുന്ന ഇത്തരക്കാരെ സഹിച്ച് തൊഴിലെടുക്കുന്ന വനിതാ പോരാളിയെ കാണിക്കാതെ ഈ വാർത്ത പൂർത്തിയാകില്ല. ഒരുപക്ഷെ മന്ത്രി KB ഗണേഷ് കുമാർ വിചാരിച്ചാൽ ഒരു ഫോൺ കോളിലൂടെയോ ഒരു കത്തിലൂടെയോ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. ഉറപ്പാണ്, ഞങ്ങൾക്കത് വിശ്വാസമുണ്ട്.